ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബത്തിൽ മണ്ണിനോട് ബന്ധപ്പെട്ട്, സമ്പത്തിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ വഴക്കുകളോ വിഭാഗിതയോ ഉണ്ടെങ്കിൽ ആ മേഖലകൾ പ്രത്യേകം സമർപ്പിക്കുക. ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ സ്വത്തിനോട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും വഴക്കുകളും കിടക്കുന്നുണ്ടാവും. കോടതി കേസിൽ കിടക്കുന്നുണ്ടാവും. പൂർത്തീകരിക്കാൻ പറ്റാത്ത വണ്ണം ചില കാര്യങ്ങൾ ഇന്നും അത് ജീവിതത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടാവും. ഓരോ മേഖലകളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ദൈവമേ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അബ്രാഹാം എടുത്ത തീരുമാനം പോലെ ഞങ്ങളുടെ ജീവിതത്തെയും കർത്താവ് വിശുദ്ധീകരിക്കണമേ. അബ്രാഹാം സഹോദരനോട് പറഞ്ഞത്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മുടെ മക്കൾ തമ്മിൽ, അടുത്ത തലമുറകൾ തമ്മിൽ കലഹിക്കാൻ പാടില്ല, ഈ സാഹോദര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്ന് നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹമുണ്ടോ, അസ്വസ്ഥതയുണ്ടോ എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എന്നെ വീട്ടുകാർ പറ്റിച്ചു, എനിക്ക് അർഹതപ്പെട്ടത് തന്നില്ല, എന്നെ അവഗണിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ട പലതും അവർ കൈവശപ്പെടുത്തി, എന്നെ വഴിയാധാരമാക്കി, ഞാനിന്ന് സഹിക്കുന്നു. ഇതാ അബ്രാഹാം നിന്നോട് പറയുന്നു, എൻ്റെ സഹോദര സഹോദരി, നിന്റെ സഹനം, നിന്റെ ഒറ്റപ്പെടൽ, നീ വഴിയാധാരമായത് അത് കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിന്നെ തല ഉയർത്തി നിർത്താൻ, നിന്നെ കണ്ണു തുറന്ന് നോക്കാൻ നിനക്ക് ദൈവം അഭിഷേകം നൽകും, ഒരു പുത്തൻ കൃപ നൽകും. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ് ആ തറയിലൊന്ന് മുട്ടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരാ എവിടെയായിരിക്കുന്നെങ്കിലും സാധിക്കുമെങ്കിലും ഒന്ന് കുനിഞ്ഞ് ദിവ്യകാരുണ്യത്തെ വണങ്ങി ഒന്ന് ആരാധിക്കണം. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ ജീവിത അവസ്ഥയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഓരോ വ്യക്തിയും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ മേഖലകൾ സമർപ്പിക്കുക. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആരാധനയോടും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. യെസ്, ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ചിലർ മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലര് കുടുംബത്തിലെ പല പരിപാടികൾക്കും വരാതെ മാറി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ചിലർ പരിപാടികൾക്ക് വന്നാലും, അത് വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് വന്നാലും അവര് എല്ലാവരോടും വർത്തമാനം പറയാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. കാരണം ആ വ്യക്തി വളരെ ഭാരപ്പെട്ട വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് പണമില്ലായിരിക്കും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റിയ വ്യക്തിയാവും. ഒരുപക്ഷെ ആ വ്യക്തി ചില അപമാന ഭാരത്തിലൂടെ പോകുന്ന വ്യക്തിയാവും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല, മാറി നിൽക്കുകയായിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തല ഉയർത്തി നോക്കാൻ, കണ്ണുയർത്തി നോക്കാൻ, നിവർന്നു നിൽക്കാൻ ശക്തി നൽകുന്ന സർവശക്തനിൽ നമ്മൾ വിശ്വസിക്കണം.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ ആരെയെങ്കിലും കർത്താവ് ചില വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവരെ ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവരുടെ മുഖം മനസ്സിൽ കാണുക. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവര്, ഒറ്റപ്പെട്ടു പോയവര്, കലഹിച്ച് കഴിയുന്നവര്, കോടതി കയറി ജീവിക്കുന്നവര്, ജീവിതത്തിൽ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവര്, ഒരുപക്ഷെ അവർ മദ്യപാനികളായിരിക്കാം. അവർ മദ്യം കഴിക്കുന്നത് അപ്രകാരം ഒരു ഭാരത്തിൻ്റെ മേഖലയിലായിരിക്കാം. അവരുടെ ജീവിതത്തിൽ ആരോട് സംസാരിക്കാതെ അപകർഷതാബോധത്തിൽ കഴിയുകയായിരിക്കാം. ഒരുപക്ഷെ അവരെടുത്ത കുറേ തീരുമാനങ്ങൾ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഇന്നും അവർ കലഹിച്ചു കഴിയാവാം. അവരുടെ ഉള്ളിലുള്ള ആ തിന്മയുടെ മേഖലയെ ബന്ധിച്ച് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നിവർന്നു നിൽക്കാനുള്ള, കണ്ണുയർത്തി നോക്കാനുള്ള കൃപ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ആ വ്യക്തിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരമുള്ളവരുടെ മുഖം മനസ്സിൽ കണ്ട് നീ പ്രാർത്ഥിക്കണം. നീ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ കൈയിൽ നീ പിടിച്ചിരിക്കുന്നത് അപ്രകാരം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരുടെ, ഒറ്റപ്പെട്ടു പോയവരുടെ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും തഴയപ്പെട്ട അനേകരുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയാണ് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നീയൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അബ്രാഹം ചെയ്ത പ്രവൃത്തി എന്തെന്നറിയോ? അബ്രാഹം ഒരു മണ്ണിലെത്തിയാൽ അവിടെ പ്രാർത്ഥനകൾ ഉയർത്തും, അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീയൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ. നീയൊന്ന് നിലവിളിച്ചാൽ നിന്റെ നിലവിളിയിലൂടെ കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുമല്ലോ. നീ ഇവിടെ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നീ പോലും അറിയാതെ ഈ വിളി നിന്റെ വീടിന്റെ മുകളിലേക്ക്, നിന്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിന്റെ ഒരു ശക്തിയായി ആ വീട്ടിലെ അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരാജയപ്പെട്ടു പോയവർക്ക് വേണ്ടി, ജീവിതത്തിൽ അസ്വസ്ഥരായി കഴിയുന്നവർക്ക് വേണ്ടി, അപകർഷതാബോധത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, അമിത കോപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, ദുഃഖിച്ച് കഴിയുന്നവർക്ക് വേണ്ടി, ആത്മഹത്യ ചിന്തയിൽ കഴിയുന്നവർക്ക് വേണ്ടി, തടക്കദോഷങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി, മദ്യപാന ആസക്തിയിൽ കഴിയുന്നവർക്ക് വേണ്ടി, ജഡിക പാപ ബന്ധനങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി, ആരോട് സ്നേഹമില്ലാതെ കലഹിച്ചു കഴിയുന്നവർക്ക് വേണ്ടി, നിരന്തരം മറ്റുള്ളവരെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നവരിലേക്ക് ഓ ദൈവമേ, ഓ ദൈവമേ, കൈകൾ ഉയർത്തി നിലവിളിച്ച് ദൈവജനം യേശുവേ എന്നൊന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ശക്തി, the power, യേശുവിന്റെ ശക്തി ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നിനക്ക് എത്രത്തോളം ആ വ്യക്തിയെ നേടാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം സ്വരമുയർത്തി ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി വെളിപ്പെടുന്നു. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. യെസ്, ശക്തിയോടെ പോരാ, നല്ല കൈയടി. യെസ്, ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവേ, ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. യെസ്, ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അനേക കുടുംബങ്ങളെ അത്ഭുതകരമായിട്ട് സംരക്ഷിക്കുന്നു. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് വെളിപ്പെടുന്നു. ഇതാ യേശു നിന്നെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു. ശക്തി, ബല, അഭിഷേകം നിന്നിലേക്ക് ഒഴുകുന്നു. കാലാകാലങ്ങളായുള്ള കെട്ടുകൾ കർത്താവ് ഒഴിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു, ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു. ആരാധന, 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 ആരാധന.
അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. തലയ്ക്ക് വലിയ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ആ സഹോദരനെ കർത്താവ് തൊടുന്നു. കർത്താവിന്റെ ശക്തി അനേകരിലേക്ക് ഒഴുകുന്നു. ഒരു വൈദികനെ ക്ഷമിക്കാനും പൊറുക്കാനും കർത്താവ് കൃപ നൽകുന്നു. കർത്താവിന്റെ ശക്തി നിന്നിലേക്ക് വെളിപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നിന്റെ രോഗത്തിന്റെ നടുവിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ കർത്താവ് ഇടപെടുന്നു. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവ് അനേകരോട് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ കർത്താവ് നിങ്ങളോട് പറയണമെന്ന് ശക്തമായിട്ടുള്ളൊരു പ്രേരണ പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. എന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ, എന്നെ കർത്താവിന് ആവശ്യമുണ്ട്. എന്നെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുന്നത്. നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് നിന്റെ സഹോദരന്മാരിൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുന്നത്. നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് അടുത്ത തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതിവിടെ നിൽക്കുന്ന അനേകരോട് കർത്താവ് വീണ്ടും വീണ്ടും പറയാണ്. ഒരു പക്ഷേ ചിലര് ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ആ ഭാരപ്പെടുന്നവരോടാണ് കർത്താവ് ആവർത്തിച്ച് പറയുന്നത്, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, എന്നെ കർത്താവിന് ആവശ്യമുണ്ട്, എന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പരാജയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. നീ കുനിഞ്ഞ ശിരസോടുകൂടെ ജീവിക്കേണ്ടവനല്ല. അബ്രാഹത്തെ തല ഉയർത്തി നിർത്തിച്ച ദൈവം, കണ്ണുയർത്താൻ പ്രചോദനം നൽകിയ ദൈവം, ഈ ദേശത്തിൻ്റെ മേൽ അഭിഷേകവും അധികാരവും നൽകിയ ദൈവം നിന്റെ മേലുണ്ട്. നീ പോകുന്നിടം ഇതുപോലെ വിശുദ്ധീകരിക്കപ്പെടണം. നീ കടന്നു ചെല്ലുന്ന കാല് ചവിട്ടുന്ന ഇടങ്ങൾ ഇതുപോലെ അനുഗ്രഹം പ്രാപിക്കപ്പെടണം. അബ്രാഹം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചതുപോലെ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം. നിന്റെ വീട്ടിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിൽക്കാൻ. നിന്റെ കുടുംബ ജീവിത വഴികളിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടാൻ. ഏതെങ്കിലും വിഷയത്തിൽ ക്ഷീണിച്ചു പോയവര്, ഏതെങ്കിലും വിഷയത്തിൽ മരവിപ്പിലായവർ, ആത്മീയ ജീവിത വഴികളിൽ പുറകോട്ട് പോയവർ, ഈ നിമിഷം തീരുമാനമെടുക്കുക. നിന്റെ മേൽ കർത്താവിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. ഒരു കാരണവശാലും മറ്റുള്ളവരെ നീ തഴഞ്ഞു മാറ്റി നിർത്തരുത്. മറിച്ച് നിന്നെ കർത്താവ് ഉയർത്തും. നിന്റെ ഉയർച്ച കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കാരണം കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹമേ, നിനക്ക് എണ്ണാൻ പറ്റുമോ? ഈ മണൽത്തരി എണ്ണാൻ പറ്റുമോ? അതുപോലെ നിനക്ക് സമ്പത്തും നിനക്ക് മക്കളും ഉണ്ടാകും. എണ്ണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അനന്തത ദൈവം നിനക്ക് തരും. നിനക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹം ദൈവം തരും. യു ആർ എ ബ്ലെസ്സിങ്. യു ആർ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. ഓരോ വ്യക്തിയും ഏറ്റെടുക്കണം, ഞാനൊരു അനുഗ്രഹമാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിതം വഴി അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് തീരുമാനമെടുക്കുക, ഞാനൊരു അനുഗ്രഹമാണ്. ഞാനെന്ന വ്യക്തിയിലൂടെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം. ഞാനൊരു അനുഗ്രഹമാണ്. എന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം. ഞാനൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവർ എന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കപ്പെടണം. വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം. മുട്ടുകുത്തി ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ദേ, അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കും. നിന്റെ മുമ്പോട്ടുള്ള വഴികളെ കർത്താവ് ബലപ്പെടുത്തും. അസ്വസ്ഥപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന, ഈശോവേ ആരാധന.
കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.